വംശീയത എന്ന് പറയുന്ന സംഗതിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എല്ലായ്പ്പോഴും ഉള്ളത്. നമ്മൾ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കെട്ടുതാലി മോഷ്ടിക്കാൻ വിദേശികൾ വരാൻ പോകുന്നുവെന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വംശീയത എപ്പോഴും എടുത്തുപയോഗിക്കുന്ന ആളുകൾക്ക് അവർ പൂർണ്ണമായും വംശീയവാദികളാണോ ചോദിച്ചാൽ ചില ആളുകൾ പൂർണ്ണ വംശീയവാദികൾ പോലും ആയിട്ടുള്ളവരായിരിക്കില്ല. എന്ന് വെച്ചാൽ ഹിമന്ത അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അവരുടെ ഉദ്ദേശം ജനങ്ങൾക്കിടയിലേക്ക് ഈ പറഞ്ഞ വംശീയതയുടെ വർഗീയതയുടെ വെറുപ്പിൻ്റെ സംഗതി കത്തിച്ചു നിർത്തിയിട്ട് അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇപ്പോൾ എന്തിനാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ പറഞ്ഞ ഇസ്രായേൽ വികസിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയും ഗസയിൽ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നത്? അതിൻ്റെ ഒരു കാരണങ്ങളൊന്നും അയാൾക്കെതിരായിട്ടുള്ള അഴിമതി കേസാണ്. റഫാൽ യുദ്ധവുമാന ഇടപാട് നമുക്ക് ഓർമ്മയുള്ളതാണ്. പട്ടാളക്കാരുടെ ശവപ്പെട്ടി കുംഭകോണം നമുക്ക് ഓർമ്മയുള്ള കേസാണ്. ഇതൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് വൈകാരികമായ സംഭവങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മനസ്സ് തെറിപ്പിച്ച് കളഞ്ഞത്, ചിതറി മാറ്റിക്കളഞ്ഞത് എന്ന് നമുക്ക് നല്ല അനുഭവങ്ങളുടെ ഓർമ്മയുണ്ട്. അപ്പോൾ അതുതന്നെ ഒരു പ്രധാന ഘടകം അവിടെ. അസമിനെ പോലെ ഒരു സംസ്ഥാനം ഏറ്റവും പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന, ഇപ്പോഴും പൂർണ്ണമായ പുരോഗമനം സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ ഉറപ്പായും ചർച്ച ചെയ്യേണ്ടതെന്നാണ്, അവിടെ ഉറപ്പായും ചർച്ച ചെയ്യേണ്ട എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമെങ്കിലും സർക്കാർ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വരെയുള്ള അടിസ്ഥാന ജീവസന്ധാരണ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്. കേരളത്തിലെ പോലെ ഒന്നുള്ള മുദ്രാവാക്യങ്ങളെ അല്ല അവിടെ വേണ്ടത്. കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഹീറ്റഡ് പൊളിറ്റിക്കൽ സംഗതികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ അങ്ങനെയൊന്നും അല്ലാന്ന്. അവിടെ എല്ലായിടത്തും റേഷൻ കടയുണ്ടോ, എല്ലാവർക്കും കഴിക്കാൻ ഫുഡ് കിട്ടുന്നുണ്ടോ, എല്ലാവർക്കും സ്കൂളുണ്ടോ, മനുഷ്യർക്ക് തുല്യതയോടെ ജീവിക്കാൻ, ഒരു പശുക്കളുടെയെങ്കിലും സ്റ്റാറ്റസിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട തരത്തിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ ആയാലും അസമായാലും ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് പോയിട്ട് മുസ്ലിം വിരുദ്ധത ഇങ്ങനെ പരമാവധിയിൽ പറയുക, അതിൻ്റെ ഒരു പരകോടിയിലെത്തും, അതിൽ നിന്ന് വോട്ട് കിട്ടി ജയിക്കാൻ കഴിയും എന്ന് വിചാരിക്കുക, അതൊരു ശാപമാണ് നമ്മുടെ. നേരത്തെ അജിംസ് പറഞ്ഞാൽ അസമിൻ്റെ ഒരു ചരിത്രം തന്നെ ഇത്രയും വംശീയമായ സംഗതികളാണ്. ഇപ്പം അസം സ്റ്റുഡൻസ് യൂണിയൻ 79 ഇങ്ങനെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സംഗതിയാണിത്, 71 ശേഷമുള്ള മുഴുവൻ പേരെയും ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമാണെന്നാണ് അന്നത്തെ സ്റ്റുഡൻസ് യൂണിയൻ അവകാശപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം അങ്ങേയറ്റം എന്തായിരുന്നു? വംശീയമായിരുന്നു, മുസ്ലിം വിരുദ്ധമായിരുന്നു. അതിന് 80s എന്ത് നടക്കുന്നത്? നെല്ലി കൂട്ടക്കൊല നടക്കുന്നത്. 3000 പേരെ മുസ്ലിം ഗ്രാമങ്ങൾ കയറി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വെട്ടിയും കുത്തിയും അരിഞ്ഞും കൊന്നു. എത്ര സമയം എടുക്കുന്നറിയോ? 7 മണിക്കൂർ. 7 മണിക്കൂർ കൊണ്ട് 3000 പേരെ കൊന്നു എന്നാണ് ഔദ്യോഗിക ഡേറ്റ പറഞ്ഞത്. അതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വംശഹത്യകളൊന്നാണ്. എവിടെയാണെന്ന്? അസമിലാണ് എന്നോർക്കണം. ഏതാണ്? ഈ അപരത്വത്തിൻ്റെ ഈ എന്താ വിഷവാഹകർ കൊണ്ടുവന്നിട്ടുള്ള ദുരന്തമാണ് അത്. അപ്പോൾ ആ ചരിത്രമാണ് അസമിനുള്ളത്. ആ ചരിത്രം നീറിപ്പൊഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് എപ്പോൾ വേണമെങ്കിലും ആർക്കും കത്തിക്കാൻ കഴിയുന്ന നിർഭാഗ്യകരമായ ഒരു സാമൂഹ്യ സാഹചര്യം അസമിലുണ്ട്.